Dear teachers, ഈ വീഡിയോയിൽ നമ്മുടെ GCK LMSലെ കോഴ്സ് പേജിലേക്ക് എങ്ങനെയാണ് അറ്റൻഡൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അറ്റൻഡൻസ് ആഡ് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മുടെ കോഴ്സ് പേജിലേക്ക് വരിക. ഏത് കോഴ്സ് പേജിലാണോ നമുക്ക് അറ്റൻഡൻസ് ആഡ് ചെയ്യേണ്ടത് ആ കോഴ്സ് പേജിലേക്ക് വരിക. വന്നതിന് ശേഷം ടേൺ എഡിറ്റിംഗ് ഓൺ അത് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അറ്റൻഡൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻ അതിൻ്റെ താഴെയാണ് അറ്റൻഡൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സസ് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സസ് അതിൻ്റെ വിൻഡോ ഓപ്പണായി വരും. അതിൽ നിന്ന് അറ്റൻഡൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ അറ്റൻഡൻസ് എന്ന് പറയുന്ന ആ വിൻഡോ, അറ്റൻഡൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ വിൻഡോ ഇവിടെ വന്നു കഴിഞ്ഞു. അതിൽ നമുക്കൊരു നെയിം കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അറ്റൻഡൻസ് എന്നാണ് കിടക്കുന്നത്. ഞാൻ അറ്റൻഡൻസ് തന്നെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടെ ടൈറ്റിൽ കൊടുക്കാം, നെയിം കൊടുക്കാം. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇതിപ്പോൾ 4-ാം തീയതി, ഓക്കെ, ഓഗസ്റ്റ് 4 ഒരു അറ്റൻഡൻസ് ആണ്. സോ 04/08/2021. ഇത് ഈ ഡേറ്റ് കോഴ്സ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇവിടെ ഈ താഴെ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ കോഴ്സ് പേജ് എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോഴ്സ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്കിത് റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ദെൻ ആക്ടിവിറ്റി കംപ്ലീഷൻ, ഇവിടെ സ്റ്റുഡൻറ്റ് ക്യാൻ മാനുവലി മാർക്ക് ദ അറ്റൻഡൻസ്, കുട്ടിക്ക് തനിയെ മാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നു. ദെൻ ഡേറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ടൈം അതിനകത്ത് ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ ദെൻ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ്. ഓക്കെ, കോഴ്സിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻസിന് തൊട്ട് താഴെയായിട്ട് അറ്റൻഡൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. അവിടെ നമുക്കിനി ഒരു പുതിയ സെഷൻ ആഡ് ചെയ്യണം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ടൊരു സെഷൻ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതിനായിട്ട് ഈ അറ്റൻഡൻസ് എന്നുള്ള ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു വിൻഡോയിലേക്ക് വരും. അവിടെ കാണാം 04/08/2021 ഡേറ്റ് കാണാം. അതിന് താഴെ സെഷൻസ് കാണാം, ആഡ് സെഷൻസ് വരും. അതിൽ നമുക്ക് പുതിയൊരു സെഷനാണ് ആഡ് ചെയ്യേണ്ടത്. കുട്ടിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഒരു പുതിയ സെഷനാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് സെഷൻസ് എടുക്കുക. ആഡ് സെഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് സെഷൻസ് ആഡ് ചെയ്യാനുള്ള വിൻഡോ വരും. ഇവിടെ ഇപ്പോൾ ആ വിൻഡോ വന്നു. ഡേറ്റ് 4 ഓഗസ്റ്റ് 2021. ടൈം കൊടുക്കണം. ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് കുട്ടി അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ള സമയം കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ 9 മണി മുതൽ, ഓക്കെ, സോ 9 മണി മുതൽ 10 മണി വരെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഒരു സെഷനാണ് സെറ്റ് ചെയ്യുന്നത്. സോ ഈ ടൈമിൽ മാത്രമേ കുട്ടിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റൂ. 9 മണി മുതൽ 10 മണി വരെയുള്ള ആ സമയത്ത് മാത്രമേ കുട്ടിക്ക് ഇതിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ഇനി ഒന്നിൽ കൂടുതൽ സെഷൻസ് വേണമെങ്കിൽ മൾട്ടിപ്പിൾ സെഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ഇങ്ങനെ എല്ലാ ദിവസവും ഒരേ ടൈം തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സെഷൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സെഷൻ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, 9 മുതൽ 10 വരെ. ദെൻ അലൗ സ്റ്റുഡൻസ് ടു റെക്കോർഡ് ഓൺ അറ്റൻഡൻസ്, തനിയെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക് മാർക്കിംഗ് ഡിസേബിൾ ചെയ്ത് വെക്കുന്നു. ഇനി ഈ സെഷൻ തന്നെ ഒരു പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് കുട്ടിക്ക് ആ പാസ്വേഡ് കൊടുത്ത് ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് കുട്ടി അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിവിടെ ഓട്ടോമാറ്റിക് മാർക്കിംഗ് ഡിസേബിൾ ചെയ്തു. കുട്ടിക്ക് മാനുവലായിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തു. ദെൻ ആഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കാണാം 1 സെഷൻ വാസ് സക്സസ്ഫുള്ളി ജനറേറ്റഡ്. ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെനസ്ഡേ 9 PM to 10 PM, ഓക്കെ, റെഗുലർ ക്ലാസ് സെഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സമയത്ത് മാത്രമേ, ഈ 9 PM to 10 PM ഈ ഒരു സമയത്ത് മാത്രമേ കുട്ടിക്ക് ഈ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ലിങ്ക് കിട്ടൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സ്വിച്ച് റോൾ ടു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് കാണുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ സ്റ്റുഡൻറ്റ് ഈ കോഴ്സ് പേജിലേക്ക് എൻ്റർ ചെയ്ത് അറ്റൻഡൻസ് എന്ന് പറയുന്ന സെഷനിൽ വന്നു കഴിയുമ്പോൾ കുട്ടി ഇങ്ങനെയാണ് കാണുക. 9 PM to 10 PM റെഗുലർ ക്ലാസ് സെഷൻ, സബ്മിറ്റ് അറ്റൻഡൻസ്. ഇപ്പോൾ ഇവിടെ ഈ ബ്ലൂ കളറിൽ ഈ ലിങ്ക് ആക്റ്റീവാണ്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള വിൻഡോ കിട്ടും. അവിടെ പ്രസൻറ്റ്, ലേറ്റ്, എക്സ്ക്യൂസ്ഡ്, ആബ്സെൻറ്റ് ഇങ്ങനെ വരും. അപ്പോൾ കുട്ടി പ്രസൻ്റ് ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ പ്രസൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുത്താൽ കുട്ടിയുടെ അറ്റൻഡൻസ് അവിടെ മാർക്ക് ചെയ്യപ്പെട്ടു. ആ സെഷനിലെ അറ്റൻഡൻസ് അവിടെ മാർക്ക് ചെയ്യപ്പെട്ടു. ഇവിടെ മെസ്സേജ് കാണാം, യുവർ അറ്റൻഡൻസ് ഇൻ ദിസ് സെഷൻ ഹാസ് ബീൻ റെക്കോർഡഡ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനെയും കാണാം. ഓക്കെ, സ്റ്റാറ്റസ് പ്രസൻ്റ് ആണ്, പോയിൻ്റ് 2 പോയിൻ്റ് ഉള്ളതിൽ 2 പോയിൻറ്റും കിട്ടി, സെൽഫ് റെക്കോർഡഡ് ആണ്. ദെൻ ഇവിടെ ടേക്കൻ സെഷൻസ് 1,
പോയിൻ്റ് ഓവർ ടേക്കൺ സെഷൻ 2 ഇങ്ങനെ ഒരു റിപ്പോർട്ടും കുട്ടിക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ റോളിലേക്ക് വരികയാണ്. സോ റിട്ടേൺ ടു മൈ നോർമൽ റോൾ. ഓക്കെ, നമ്മൾ നേരെ കോഴ്സ് പേജിലേക്ക് പോകുന്നു. കോഴ്സ് പേജിൽ അറ്റൻഡൻസ് എന്ന് പറയുന്ന സെഷൻ, അവിടെ അറ്റൻഡൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അറ്റൻഡൻസിൻ്റെ സെഷൻ ഇവിടെ വന്നു. നമുക്കിതിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. എത്ര കുട്ടികൾ പ്രസൻ്റ് ആയിരുന്നു, എത്ര കുട്ടികൾ ആബ്സെൻ്റ് ആണ്, എത്ര കുട്ടികൾ ലേറ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിപ്പോർട്ട് എടുക്കാൻ പറ്റും. റിപ്പോർട്ട് എടുക്കാനായിട്ട് ഇവിടെ സെഷൻ, ആഡ് സെഷൻ, അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സെഷൻ്റെ അറ്റൻഡൻസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ റിപ്പോർട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. എത്ര കുട്ടികൾ അറ്റൻഡൻസ് സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര കുട്ടികൾ പ്രസൻ്റ് ആണ്, എത്ര കുട്ടികൾ ലേറ്റ് ആണ്, എത്ര കുട്ടികൾ എക്സ്ക്യൂസ്ഡ് ആണ്, ആബ്സെൻ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു റിപ്പോർട്ടിൻ്റെ ഫോമിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും നമ്മുടെ നോർമൽ റോളിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അറ്റൻഡൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മുടെ GCK LMS ചെയ്യുക. ഓക്കെ, താങ്ക് യു.